ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ ഉള്ളൊരു ദിവസം സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷം വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് വരാം. മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ഞാൻ അവർക്ക് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് കയറുന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ സാധാരണ ഞാൻ ഇവർ വരുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെക്കല, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ എനിക്ക് ക്ലാസ്സും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ ലേറ്റ് ആവും. പിന്നെ നിസ്കാരവും ഫുഡ് കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേന് ഇവർ വരാനുള്ള സമയമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ വന്നതിന് ശേഷമാണ് ഉണ്ടാക്കലുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ദഹിപൂരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കടല കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് ചട്നിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ഇതിൽക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ദഹിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ആദ്യം വന്നിട്ട് ഒരു സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മളടുത്ത് തന്നെ ഷോപ്പുണ്ട്, അവിടെ പറഞ്ഞയച്ചിട്ട് വാങ്ങിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ അതാ ഞാൻ വേഗം ചട്നി റെഡിയാക്കിയാണ് കേട്ടോ. ഇനി പുളിൻ്റെ ചട്നി. ഈ ഒരു എന്താ പറയുക, ഈ ദഹിപൂരി പാനിപൂരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. പക്ഷേ ഉണ്ടാക്കണമെങ്കിൽ വലിയ പണിയൊന്നുമില്ല. പക്ഷേ എന്നാലും അതിൽക്ക് ഇങ്ങനെ കുറേ ചട്നിയും അതും ഇതൊക്കെ വേണ്ടതുകൊണ്ട് ഇങ്ങനെ ഒരു മടിയായിരിക്കും ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇംലി ചട്നി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്, നല്ലോണം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒക്കെ നമ്മൾ അളവിനനുസരിച്ച് നമുക്ക് എത്ര വേണ്ടി അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ അതിൽക്ക് ശർക്കര പൊടിച്ചതും ചേർത്ത് കൊടുക്കുക, കുറച്ച് മുളക് പൊടിയും, പിന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും, ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പാനിപൂരി ദഹിപൂരി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ലിങ്ങിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ എല്ലാ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് ഓരോന്ന് സ്കിപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഇംലി ചട്നി എന്തായാലും മസ്റ്റാണ്, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ നമ്മൾ മധുരത്തിലുള്ള ചട്നിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് ശർക്കര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്, എരിവും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിടുക. ചൂടാറുമ്പോൾ തന്നെ ഒന്ന് തിക്കായിക്കോളും, നമ്മളത് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഗ്രീൻ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൈപ്പിടി നിറയെ പുതിനേൻ്റെ ഇല എടുത്തിട്ടുണ്ട്, മിൻറ്റ്, പിന്നെ അതേപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിൻ്റെ ഇലയും കൂടിയും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ ഈ മിക്സിൻ്റെ ജാറിൽ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ചെറിയ ജീരകം, നമ്മൾ ഈ ഒരു പാനിപൂരി അല്ലെങ്കിൽ ഈ ദഹിപൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ജീരകം മസ്റ്റായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ, ചെറിയ ജീരകം പൊടിച്ചത്. അപ്പോൾ അതില്ലേനു, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറിയ ജീരകം പൊടിച്ചെടുക്കുക ചെയ്തത് മിക്സിയിൽ. അപ്പോൾ പിന്നെ ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കഴുകിയിട്ടൊന്നുമില്ല, അതിൽ തന്നെയാണ് കേട്ടോ ഈ ഗ്രീൻ ചട്നിക്കുള്ള ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതിലും നമുക്കൊരു കുറച്ച് ചെറിയ ജീരകം ചേർക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടി വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് പുതിന, അതേപോലെ തന്നെ മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിൻ്റെ പീസും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വലിയ ടൈപ്പ് പച്ചമുളകാണ് കേട്ടോ, വലിയ എരിവൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. നമുക്ക് എരിവ് എത്രയാണോ വേണ്ടി, ചിലർക്ക് ഈ ചട്നി നല്ല സ്പൈസി ആയിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 4-5 പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ അതാ ഒരു ഒരു ഹാഫ് ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ജ്യൂസിന് പകരം കുറച്ച് പുളി പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഒരു 1/4 ഗ്ലാസ്സോളൊക്കെ വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കുക. കൂടുതൽ വെള്ളം ചേർത്താൽ എല്ലാം കൂടി അരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം നമുക്ക് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് ലൂസാക്കിയിട്ടെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ദഹിപൂരിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഈ ഗ്രീൻ ചട്നി കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, നമുക്ക് ദഹിയും ഒഴിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതല്ല നമ്മൾ പാനിപൂരിയൊക്കെയാണ് ആക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചട്നി കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉണ്ടാക്കി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, ഓൾറെഡി ആ മിക്സിൻ്റെ ജാറിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു നുള്ള് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുള്ളൂ. നമുക്കൊരു 1/4 ടീസ്പൂണോളം ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ചാട്ട് മസാലയും ചേർക്കുക. ഇത് രണ്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ചെറിയ ജീരകം പൊടിച്ചതും ചാട്ട് മസാലയും മസ്റ്റായിട്ടും വേണം. പിന്നെ അതാ പുളിച്ചട്നി, അതായത് നമ്മളെ ഇംലി ചട്നി ഉണ്ടല്ലോ, അതപ്പത്തിനൊന്ന് ചൂടാറി സെറ്റായിട്ടുണ്ട് കണ്ട, ഒരു പാകത്തൊരു തിക്നെസ്.
അത്ര മതി. ഇനി ഇതിലേക്ക് നമ്മളെ ഫില്ലിങ് മെയിനായിട്ടുള്ള ഫില്ലിങ് റെഡി ആക്കണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളക്കടല വെച്ചിട്ടാണ് ഫില്ലിങ് ആക്കണത്. നമുക്ക് ഇതിൻ്റെ മുന്നേ ഞാൻ പാനിപൂരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പൊട്ടറ്റോ വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പൊട്ടറ്റോ വെച്ചുണ്ടാക്കിയാലും ടേസ്റ്റാണ്. പക്ഷേ അതിനേക്കാൾ ഒന്നും കൂടി ടേസ്റ്റായി തോന്നി കടലയോ അല്ലെങ്കിൽ ചെറുപയറൊക്കെ വെച്ചിട്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചപ്പോൾ പ്രാവശ്യം അങ്ങനെ ചെറുപയറൊക്കെ വെച്ചിട്ടുള്ളതും കടല വെച്ചിട്ടുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റായി തോന്നിട്ടോ. അപ്പോൾ ഞാൻ പ്രാവശ്യം കടലയാണ് വേവിച്ച് വെച്ചത്, വെള്ളക്കടല. പിന്നെ അതിൽക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിൻ്റെ ഇല അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് പൊതുവേ ഇതിലൊന്നും തക്കാളി അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തക്കാളി അങ്ങനെ ചേർത്തില്ല. തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ കുരുള്ള പാർട്ടൊക്കെ ഒഴിവാക്കണം കേട്ടോ. പിന്നെ വേണ്ടിയത് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കുക. ഞാനിപ്പോൾ ഇത് കുട്ടികളെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചതും കുറച്ച് ചാട്ട് മസാലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് റെഡിയായി. ഞാനില്ലേ ആദ്യം സ്കൂളിട്ട് വന്നപ്പോൾ തന്നെ ഓനെ പറഞ്ഞേച്ചേനു കേട്ടോ ഷോപ്പിൽ ദഹി വാങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ആ തൈര് കിട്ടിയിട്ടില്ല കേട്ടോ. പുളിയുള്ള തൈരേ ഉള്ളൂ. പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് ഇതിൽ ദഹിപൂരി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പുളിയില്ലാത്ത തൈര് കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക പാനിപൂരി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കാതെ തന്നെ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടം. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ കയ്യും കാട്ടിയും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു സാലഡ് പോലെ ഇതുണ്ടാക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പൂരി വേണം. പൂരി ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് ഇങ്ങനെ എന്താ പറയുക ചെറിയ വട്ടത്തിൽ ഈ പൂരി വാങ്ങാൻ കിട്ടാനുണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടിയും പിന്നെ റവയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി ചെയ്യുന്ന റെസിപ്പിയാണ് ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, വേണ്ടവരൊന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലും കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചിട്ട് കൊടുക്കുക, കാരണം ഇത് പെട്ടെന്ന് വലുതായി നല്ല ബബിളായിട്ടുണ്ട് വരും. അപ്പോൾ ഓയിലിൽ കൊള്ളൂല. അതിൽ കൂടുതലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലോണം നല്ല സൈസിൽ പൊന്തി വരില്ല കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൂരി ഇട്ട് കൊടുക്കാൻ. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് 1-2 പ്രാവശ്യം നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നല്ല ബബിളായിട്ട് പൊന്തി ആ ഒരു പാത്രം ഇങ്ങനെ നിറഞ്ഞു വരും. നല്ല രസമല്ലേ കാണാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കും അല്ലേ. അടുക്കളയിൽ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഇതൊക്കെ അല്ലേ. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെ ബബിളായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി അല്ലേ. അപ്പോൾ അതാ അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട്. ഈ പാനിപൂരിയൊക്കെ ഉണ്ടാക്കാനുള്ള മെയിനായിട്ടുള്ള മടി ആ പരത്തി ഉണ്ടാക്കലൊക്കെ ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം ഇപ്പം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ളൊന്നും ഫ്രൈ ആക്കിയിട്ടില്ല കേട്ടോ, ആ പാക്കറ്റിൻ്റെ പകുതിയൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ടും വേണ്ടിയ ഒരു ഐറ്റമാണ് മിക്സ്ചർ. സേവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനായിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ബോംബെ മിക്സ്ചർ പറഞ്ഞിട്ട് കടലില്ലാത്തൊരു ടൈപ്പ് മിക്സ്ചറാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. ഈ പാനിപൂരി ദഹിപൂരി ഇങ്ങനത്തെ ചാട്ട് ഐറ്റംസുകൾ പൊതുവേ നമുക്കങ്ങനെ മടുക്കലില്ല അല്ലേ. കഴിക്കുമ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു 4-5 ഒരു 5-6 ഒരു പ്ലേറ്റിൽ സെറ്റായിട്ട് കിട്ടും. അതിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവില്ലേ. എങ്ങോട്ടും എത്തില്ല. കഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓരോ വായിലിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കഴിക്കണ്ടേ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴത്തേന് പെട്ടെന്ന് തീരും ചെയ്യും. പക്ഷേ നമുക്കിതൊന്ന് മതിയാവോളം തിന്നണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ വേണം. കുറേ ദിവസമാണ് കേട്ടോ പറയൽ തുടങ്ങിയിട്ട് പാനിപൂരി ഉണ്ടാക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയല്ലേ, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വന്ന് നമുക്ക് എന്താ പറയുക നമ്മളെ ഫുഡ് കഴിക്കലും നിസ്കാരം ഇതെല്ലാം കഴിയുമ്പോൾ തന്നെ വിരുണ്ടെത്തും. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കാനും അങ്ങനെയൊന്നും തോന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ വേഗം പഴമോ ബ്രെഡോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ടോസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കൂട്ടലാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനൊന്നും നിൽക്കലില്ല അപ്പോൾ അധികം. അപ്പോൾ അതാ നമ്മളെ ഫില്ലിങ്ങൊക്കെ ഒന്നിട്ട് കൊടുക്കുക. അതിന് ശേഷം ചട്നികളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കുറേ ചട്നി ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ചട്നി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കഴിക്കുമ്പോൾ അതിലേക്ക് ഒഴിച്ചിട്ട് കഴിച്ചാലും മതി.
മതി. പിന്നെ ഇതിപ്പോൾ മക്കളൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ട്, ഓരോ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഇത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പെട്ടെന്ന് എടുത്ത് കഴിച്ചോളും. പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഓർക്ക് സെപ്പറേറ്റ് ചട്നി ഇതൊക്കെ വേറെ പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെയൊക്കെ സെർവ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓല് കഴിക്കുമ്പോഴത്തേനും അവർക്ക് അത് എടുത്തു കൊടുക്കാൻ വേണ്ടി വരും എന്നാലും കഴിക്കണമെങ്കിൽ. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ഇതേപോലെയാണ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചട്നിയൊക്കെ കഴിഞ്ഞ് തന്നെ ഒഴിച്ച് വെക്കുക. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചട്നി ഒന്നും ഒഴിച്ച് വെക്കണ്ട കേട്ടോ. അങ്ങനെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അതിങ്ങനെ ആ പൂരിയൊക്കെ കുതിർന്നിട്ട് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോവും. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോക്കെ റെഡിയായി ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇനി ഇതിൽക്ക് ആ സേവ് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ലുക്കൊന്ന് മാറല്ലേ, നല്ല ഭംഗിയുള്ളൊരു ഇതാവും അങ്ങനെ സേവ് അതിൽക്ക് ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഒന്നും ചേർക്കാനൊന്നുമില്ല. പക്ഷേ പിന്നെ നമ്മളിതൊരു പ്ലേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഫുള്ളായിട്ട് ഞാൻ കുറച്ച് ചട്നിയൊക്കെ ഇങ്ങനെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മധുരമുള്ള ചട്നി ആകുമ്പോഴത്തേക്ക് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. ചിലവർക്ക് ആ ഒരു ഗ്രീൻ ചട്നി നല്ല സ്പൈസി ആയിട്ട് കൂടുതൽ വേണം എന്നുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ആ ചട്നി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് ഈ പൂരി ഓരോന്ന് അതിലിങ്ങനെ മുക്കിയെടുത്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പോൾ അതാ നമ്മളെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദഹിപൂരി വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ്, പക്ഷേ പാനിപൂരിയിലാണ് അവസാനിച്ചത്. മക്കളൊക്കെ അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കി വെച്ചാൽ പിന്നെ തീരണ വഴി അറിയില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ അല്ലേ. പക്ഷേ ഇതിങ്ങനെ സെറ്റാക്കി കൊടുത്ത് വെച്ച് നമ്മൾ റെഡിയാക്കി തീരുന്നതിന് മുന്നേ തന്നെ ഓരോരുത്തർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഇത് ഓരോന്നിങ്ങനെ ഒറ്റയടിക്ക് തന്നെ കഴിക്കുന്നതുകൊണ്ടേ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. പാനിപൂരി ഉണ്ടാക്കി തിന്നലും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചായ ഉണ്ടാക്കുന്നത്. ഇവർക്ക് പിന്നെ ചായ ഒന്നും ആവശ്യമില്ല, ഒക്കെ വെള്ളം എന്തെങ്കിലുമൊക്കെയാണ് കുടിക്കൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ചായ അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് ആക്കി എടുത്തില്ല. പിന്നെ പാനിപൂരിൻ്റെ കൂടെ ചായ അത്ര നല്ലൊരു കോമ്പിനേഷനൊന്നുമല്ല അല്ലേ, അതത്ര വലിയൊരു കോമ്പിനേഷനുള്ള ഐറ്റം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാനിപൂരിയൊക്കെ ഉണ്ടാക്കി തിന്നലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിന്നും വേണം കേട്ടോ. തിന്നലൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ആരാക്കാക്കും ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ചായയൊക്കെ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ചായയൊക്കെ ആക്കി ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ ആദ്യം വേഗം റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഓനക്ക് സ്കൂളിലെ ഫുട്ബോളിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വീക്കിലി 2 ദിവസം അവർക്ക് ബൂട്ട് കൊണ്ടുപോകണം, സ്കൂളിലേക്ക് ബൂട്ട്സ് കൊണ്ടുപോകണം. അപ്പോൾ ഓനക്ക് ബൂട്ട്സ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചക്ക് ബൂട്ട്സ് വാങ്ങിയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് നോക്കുമ്പോൾ ഓനക്കത് പാകല്ല. അപ്പോൾ എന്നാൽ പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ രണ്ടാളും കൂടി. ഇപ്പോൾ ഈ സമയത്ത് കാര്യമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പോയിട്ട് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇപ്പം മഴേനെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെന്തെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും മഴയൊക്കെ ആയിട്ട്. അനാമാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു ഓരോ കൂടെ പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് സോപ്പിട്ടോളെ കളിക്കാൻ വേണ്ടി കൊണ്ടുണ്ട്. അനാമനാണെങ്കിൽ പനിയായിരുന്നു കേട്ടോ. ഒരു 3-4 ദിവസമായിട്ട് പനിയും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോക്കൊന്നും ഇല്ലായിരുന്നു. ഓരോ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ചോദിക്കും അവൾ ഇന്ന് പോകണുണ്ടോയെന്ന്. അപ്പോൾ ഇന്ന് പോകണ്ടെന്ന് അറിയുമ്പോൾ അവൾക്ക് ആകെ ഫീലിംഗ് ആണ് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് സ്കൂളിൽ പോകാനൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ പനിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ദിവസം മുതൽ പോകണം എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓളെ കൂടെ ഏതായാലും കുറച്ച് നേരം ഓള ഒരു കരച്ചിലും വാശിയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം ഓളെ കൂടെ ഒന്ന് കളിക്കാൻ വേണ്ടി ഇരുന്നതാണ്. രണ്ടാളൊന്നും ജയിച്ചിട്ടില്ല. രണ്ടാളും ജയിച്ചോ? ഓക്കെ, എന്നാ നീ ജൊറ്റക്ക് തന്നെ കളിച്ചോ. ഓളെ കൂടെ കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഓള് വിടൂല കേട്ടോ. കളി തീരലില്ല. നമുക്കാണെങ്കിൽ തിരക്ക് പിടിച്ച സമയത്തൊന്നും ഓളെ കൂടെ കളിക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഓളെ കളിക്കാനൊക്കെ ഇരുത്തി. പിന്നെ എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓള് നമ്മളടുത്ത് തന്നെ ആപ്പാൻ്റെ വീടുണ്ട്, അവിടെ പോയതാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഹാദി ബൂട്ടൊക്കെ മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അവനക്ക് ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ ബൂട്ടൊക്കെ വാങ്ങിയപ്പോൾ. കുറച്ച് ദിവസമായിരുന്നു ഒരു സ്കൂളിൽ ഫുട്ബോളിന് സെലക്ഷൻ കിട്ടിയപ്പോൾ തൊട്ടന്നെ ഇങ്ങനെ ബൂട്ട് വാങ്ങണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഓനെയും കൂട്ടി പോയിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ എന്താ പറയുക, ഓനും അതിൻ്റെ ഇടയിൽ വീക്കെൻഡൊക്കെ ആയപ്പോൾ ഓനക്കും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോയി വാങ്ങിയത്.
ഒരു വന്നപ്പോൾ തന്നെ ഏകദേശം മഗ്‌രിബിൻ്റെ സമയമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനക്കാണെങ്കിൽ ഹോംവർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ വന്ന പാടന്നെ ചായയും കുടിച്ച് ഇങ്ങനെ പോയതല്ലേനു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനി പഠിക്കാനുള്ളതൊക്കെ നോക്കിക്കോന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു ഗ്യാപ്പില്ല. അവൻ വന്ന പാടന്നെ വേഗം ഇതൊക്കെ ഒന്നിട്ട് എനിക്കൊക്കെ ഒന്ന് കാണിച്ചെന്ന് ഒന്ന് ഓടി നോക്കി ചാടി നോക്കി എന്നിട്ടൊക്കെയാണ് കേട്ടോ നിസ്കരിക്കാനൊക്കെ പോണത്. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അനാമിനാന്നുണ്ടെങ്കിൽ ഓൾക്ക് ഹോംവർക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എല്ലാം ഒരു സ്കൂളിൽ നിന്ന് തന്നെ ചെയ്യിപ്പിക്കല. ബുക്സൊക്കെ സ്കൂളിൽ തന്നെ വെക്കും ചെയ്യും. പിന്നെ വീക്കെൻഡിൽ മാത്രം ഒരു വീട്ടിൽ കൊടുത്തു വിടലുള്ളൂ. ഇതിപ്പോൾ ബുക്കൊക്കെ കൊടുത്തു വിട്ടീനു. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ലീവായതുകൊണ്ട് തന്നെ ഓരോ ആപ്പിലുണ്ടാവും ഓരോ ക്ലാസ് ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സുകൾ എന്തൊക്കെ എടുത്തു എന്നുള്ളതൊക്കെ ആപ്പിലുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതൊക്കെ പോലെ കളർ ചെയ്യിപ്പിക്കാനുള്ളതും ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഞാനിവിടെ വീട്ടിലെടുത്തിട്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ്. ഓൾക്കും ഇഷ്ടമാണ് കേട്ടോ ഹോംവർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഓളെ വർക്കുകളൊക്കെ ആയിട്ട് ഓളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് അവർക്ക് ഡിന്നർ കൊടുക്കൽ കേട്ടോ. 7:30 8 മണിൻ്റെ ഉള്ളിലായിട്ട് കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് നമുക്ക് ഇന്ന് ഗീ റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ അതായിരുന്നു ലഞ്ചിന്. അപ്പോൾ അതുതന്നെയാണ് കേട്ടോ ഡിന്നറിനും ഉള്ളത്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക അസക്കും ആദിക്കൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ അനാമനാന്നുണ്ടെങ്കിൽ ഒന്നും കഴിക്കാൻ വയ്യ. അവൾക്കിപ്പോൾ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കണില്ല. അപ്പോൾ കുറച്ച് പൊടിയരി കഞ്ഞിയും പിന്നെ പുളിഞ്ചിയൊക്കെയാണ് ഓൾക്ക്. അപ്പോൾ ഇനി കുറച്ച് നേരം രണ്ടാളും ഇരുന്ന് TV ഒക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കും. അതൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ ടൈം ടേബിൾ വെക്കലും ഇതൊക്കെ ആയിട്ട് നമുക്കും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കിടക്കാനായിട്ടുണ്ട്. ഒരു 9:30 ആകുമ്പോഴത്തേന് കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.